ഭോപ്പാലിൽ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത മലയാളി വൈദികന് ജാമ്യം. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ കള്ളക്കേസിൽ കുടുക്കി പോലീസ് അറസ്റ്റ് ചെയ്ത മലയാളി CMI വൈദികൻ ഫാദർ അനിൽ മാത്യുവിന് ജാമ്യം ലഭിച്ചു. ഭോപ്പാലിലെ ബാലികാ സംരക്ഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കെട്ടിച്ചമച്ച കേസിലാണ് അദ്ദേഹം നിരപരാധിത്വം തെളിയിച്ച് ജയിൽ മോചിതനായിരിക്കുന്നത്. അനുമതിയില്ലാതെ ബാലികാ സംരക്ഷണ കേന്ദ്രം നടത്തിയെന്ന കേസിൽ ഈ മാസം ആദ്യവാരത്തിലാണ് ഫാദർ അനിൽ അറസ്റ്റിലായത്. മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ അദ്ദേഹത്തിനെതിരെ ചുമത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഭോപ്പാലിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് അധികൃതർ ലൈസൻസ് പുതുക്കി നൽകിയിരുന്നില്ല. പിന്നാലെ ബാലാവകാശ കമ്മീഷൻ സ്ഥാപനം റെയ്ഡ് ചെയ്തു. പരിശോധനയിൽ 26 കുട്ടികളെ കാണാനില്ലെന്ന് ആരോപിച്ചിരുന്നു. എന്നാൽ ഇവർ പഠനം കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങിയതാണെന്ന് അറിയിച്ചെങ്കിലും ഇത് വിലക്കെടുക്കാൻ അധികൃതർ തയ്യാറായില്ല. കാണാതായെന്ന് അധികൃതർ ആരോപിക്കുന്ന 26 കുട്ടികളുടെ മാതാപിതാക്കൾ മക്കൾ തങ്ങളോടൊപ്പം സുരക്ഷിതരാണെന്ന് വ്യക്തമാക്കി കോടതിയിൽ കത്ത് സമർപ്പിച്ചതിന് പിന്നാലെയാണ് ഭോപ്പാൽ കോടതി ജാമ്യം അനുവദിച്ചത്. നേരത്തെ വൈദികനെ അറസ്റ്റ് ചെയ്തതിൽ റിപ്പോർട്ട് തേടി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിരുന്നു.